ഡ്രൈവിങ്ങിന്റെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 2025 ഡ്രൈവറിന്റെ പ്ലേലിസ്റ്റ് അതിൽ 5ാമത്തെ ക്ലാസ് ആണിത്. ഓക്കെ, അതിൽ ജി കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജി കെ ക്ലാസ്സുകളും തരാം. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഇന്ന് റോഡ് മാർക്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് ക്ലാസ്. ഒരു ഉദ്യോഗാർത്ഥി ചോദിച്ചു, പുള്ളിക്ക് വേണ്ടിയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ അഡ്മിൻ പറയുകയുണ്ടായി, നിങ്ങളുടെ മെസ്സേജസിന്റെ ഭാഗമായി ഈ ഒരു ഫോഴ്സ് ഡ്രൈവർ എക്സാമും പിന്നെ സാധാ ഡ്രൈവർ എക്സാം വരുന്ന മാസം ഓഗസ്റ്റിലെ സാധാ ഡ്രൈവറും ഇപ്പൊ വരാൻ പോകുന്ന ഫോഴ്സ് ഡ്രൈവർ, ജൂലൈയിൽ ഒരുപാട് ഫോഴ്സ് ഡ്രൈവർ ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ അഡ്മിനും എക്സാം ഉണ്ട്, പുള്ളി അതിന്റെ തിരക്കിലാണ്. ഈ ചാനല് മുഴുനീള പുള്ളിക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡ്രൈവറാണ്. അപ്പം ഒന്ന് പഠിച്ചു കയറി വരിക ഒരു ആഗ്രഹം, എന്റെ കൂട്ടുകാരനും കൂടെയാണ്. ജോലി വാങ്ങുക എന്ന ആഗ്രഹം എനിക്കും ഉണ്ട്, അതുകൊണ്ടാണ് ട്രൈ ചെയ്യുന്നത്. ഡ്രൈവറൊക്കെ ആകുമ്പം എങ്ങനെയെങ്കിലും ഒരു മെയിൻ ലിസ്റ്റിൽ വീണ് കഴിഞ്ഞാൽ ആ ഡ്രൈവിംഗ് സ്കില്ല് വെച്ച് ടോപ്പിൽ എത്താൻ പറ്റും. അതിൽ കുറെയൊക്കെ ഭാഗ്യമാണ്, ചിലപ്പോൾ നല്ല സ്കില്ലുള്ളവന് നല്ല മാർക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, ശരി. അപ്പൊ 2 പരീക്ഷകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജൂലൈയിൽ മുഴുനീളെ ഫോഴ്സ് ഡ്രൈവറുകളും. ഫോഴ്സ് ഡ്രൈവറിന്റെ ബുക്കാണ് ഇത്. അവൈലബിൾ ആണ്, സ്റ്റിൽ അവൈലബിൾ ആണ്. വെറും 176 പേജേ ഉള്ളൂ. 1 മാസം പോലും വേണ്ട വായിച്ചു പഠിക്കാൻ. അത് വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണത് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് വാങ്ങാം. നമ്മുടെ ഫസ്റ്റ് കമന്റിന് നമ്പർ ഉണ്ട്, അഡ്മിന്റെ നമ്പറിൽ മെസ്സേജ് അയക്കുക, ഡീറ്റെയിൽസ് തരും. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം, തപാലിൽ വീട്ടിൽ എത്തും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന അടുത്ത പരീക്ഷ ഓഗസ്റ്റ് 23 പരീക്ഷയ്ക്കുള്ള ബുക്കുണ്ട്. 2 ബുക്കും വെച്ച് പഠിക്കാം. ഓക്കെ, നിങ്ങളെ താല്പര്യാർത്ഥം ചിലരൊക്കെ വേറെ ബുക്കുകൾ കാണും, അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. ഓക്കെ, ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ്, മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസ് 2017 കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 2ാമത്തെ വകുപ്പാണ്. 2ാമത്തെ വകുപ്പ് റെഗുലേഷനിൽ പറയുന്നത് നിർവചനങ്ങൾ, ഡെഫിനിഷൻസിനെ കുറിച്ചാണ്. ഇതിന്റെ ഒരു തുടക്ക ക്ലാസ് ആണ് ഇത്. ഇതില് റോഡ് മാർക്കിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇത് തീരുമെന്നല്ല, ഒരു പാർട്ട് തീരും. അടുത്തേക്ക് വേറെ ഇടാം. 2B എന്താണ് പറയുന്നത്? 2B കാരിയേജ് വേയെ കുറിച്ച് പറയുന്നു. കാരിയേജ് വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി പോകുന്ന, നമ്മൾ നടക്കുന്ന ആ റോഡുമായിട്ട് അനുബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പാർട്ടുകളും. റോഡിലെ വര, സൈഡിലെ എന്താണ് കട്ടിങ്, നടുക്കുള്ള റോഡ് സ്ട്രിപ്പ്. റോഡ് സ്ട്രിപ്പ് എന്താണെന്ന് അറിയാമോ? റോഡ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റോഡുണ്ടേ, നടുക്ക് ഇങ്ങനെ ഒരു പാർട്ട് കാണും, ശകലം പൊങ്ങി ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം. ഇതൊക്കെ വണ്ടി ഇങ്ങനെ പോകും, ഇതൊക്കെ വണ്ടി ഇങ്ങനെ പോകും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അല്ലെ. അപ്പൊ നടുക്ക് ഇവിടെയൊക്കെ മരമൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ക്രോസ് ചെയ്യാൻ പറ്റൂല, മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടം ഇഞ്ചക്കൽ റോഡ് നോക്കുകയാണെങ്കിൽ അവിടെ അത് കാണാൻ പറ്റും. ഡിവൈഡിങ് സ്ട്രിപ്പ് ഒക്കെ വരുന്ന ഇങ്ങനെ റോഡുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പാർട്ടുകളും ചേർത്താണ് കാരിയേജ് വേ എന്ന് പറയുന്നത്. കാരിയേജ് ചെയ്തുകൊണ്ട് പോകുന്ന വേ. 2Bയിലാണ് വരുന്നത് കേട്ടോ. 2C പറയുന്നത് സി ഫോർ സി, കൺസ്ട്രക്ഷൻ. ഇതിൽ സി ഉണ്ട്. കൺസ്ട്രക്ഷൻ സോണിനെ കുറിച്ചാണ് സിയിൽ പറഞ്ഞത്. 3 കൺസ്ട്രക്ഷൻ സോൺസ് ആണ് റോഡിലുള്ളത്. ഒന്ന് വർക്ക് സോൺ, റോഡിൽ അറ്റകുറ്റ പണികൾ നടക്കുകയാണെങ്കിൽ അത് വർക്ക് സോൺ ആണെന്ന് അറിയപ്പെടും. റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് സോൺ, ട്രാഫിക്കുള്ള റോഡ് സോൺ. ബഫർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക മേഖലകളാണ്. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ പ്രത്യേക മേഖലകൾ. ഇപ്പോ അട്ടപ്പാടി, മറ്റേ കോശി കുര്യൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ആ പൃഥ്വിരാജിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ, അവിടെ മദ്യം കൊണ്ട് പാസ് ചെയ്തുകൂടാ. അങ്ങനെയുള്ള പ്രത്യേക പ്രദേശങ്ങളെയാണ് ഈ ബഫർ സോൺ എന്ന് പറയുന്നത്. ഇനി 2E ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ നമ്മൾ ആദ്യം ഈ മലയാളത്തിൽ ഇയല്ലേ പറയുന്നത്, ഈ ഇന്റർസെക്ഷൻ 2E അങ്ങനെ വെച്ച് പഠിക്കണം കേട്ടോ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡിലെ ഒരു ജംഗ്ഷനോ ഒരു ഫോർക്കോ കാരണം റോഡിന്റെ ഒരു ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖല, റോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖല, പക്ഷെ ഇതേ കൂടെ വണ്ടി പോകൂല. റോഡ് ഇങ്ങനെ വരുന്നു, ഇങ്ങോട്ടും ഡിവൈഡിങ് ഇങ്ങോട്ടും ഡിവൈഡിങ്, ഇതിന്റെ ഇടയിൽ രൂപപ്പെടുന്ന ഈ മേഖലയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇന്റർജെക്ഷൻ കേട്ടോ. അത് 2Eയിലാണ് അതിന് നിർവചനം കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫോർക്ക് എന്ന് പറയുന്നത്. ഫോർക്ക് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം അല്ലെ. ജംഗ്ഷനിലൊക്കെ ചില പ്രദേശങ്ങൾ നടുക്ക് വെറുതെ കിടക്കൂലേ, ഒക്കെ ഇന്റർജെക്ഷൻ ആണ്. 2F റോഡ് മാർക്കിംഗ്. വെറും റോഡ് മാർക്കിംഗ് അല്ല, ലോഞ്ചിറ്റ്യൂഡ് ആയിട്ട് വരയ്ക്കുന്ന റോഡ് മാർക്കിങ്ങിനെ 2F പറയുന്നു. ഇനി റോഡ് മാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണ്? വെള്ളയും മഞ്ഞയും നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. വെള്ള അറിയാം, മഞ്ഞ അറിയാം, പക്ഷെ കറുപ്പും ഉണ്ട്. ഇതൊരു ചോദ്യമാണ്. കറുപ്പ് എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ കെർബുകളിലാണ് കറുപ്പ്. റോഡൊക്കെ പോകുമ്പോഴത്തേക്ക് അതിന്റെ സൈഡിലൊക്കെ ചില മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കും. അതിൽ കറുപ്പും യെല്ലോയും വൈറ്റും ഉപയോഗിക്കും. അതായത് വെറും കറുപ്പ് മാത്രമായിട്ട് ഒരിക്കലും ഉപയോഗിക്കൂല. യെല്ലോയോടോ അതായത് മഞ്ഞയോടോ
വെളുപ്പിനോടോ ചേർത്ത് കറുപ്പ് യൂസ് ചെയ്യും എന്തെങ്കിലും മാർക്കിങ്ങിന് വേണ്ടി. അങ്ങനെ കെർബ് ലൈനുകൾ എന്ന് പറയും. കെർബ് എന്ന് പറയും. കെർബ് കറുപ്പ് ഉപയോഗിക്കുന്ന കെർബ് മാർക്കിങ്ങിലാണോ കേട്ടാ. ഈ കെർബ് മാർക്കിന് ചിലപ്പോൾ മലയാളത്തിൽ ക്വസ്റ്റ്യനിൽ കർബ് എന്നൊക്കെ തരും. ആലോചിച്ചോണോ. ബ്ലാക്ക് വരും. കറുത്തത് കറുപ്പ്. ആലോചിച്ചോ. നിങ്ങൾക്ക് അതിന്റെ ഒരു സെക്ഷനാണ് യെല്ലോ ലൈൻ. റോഡിന്റെ സൈഡിൽ നടുക്കല്ല, റോഡിന്റെ സൈഡിൽ ഒറ്റ യെല്ലോ ലൈൻ വന്നു കഴിഞ്ഞാൽ അവിടെ നോ പാർക്കിംഗ് എന്നാണ് അർത്ഥം. പക്ഷേ ഒറ്റ യെല്ലോ ലൈൻ ആണെങ്കിൽ അവിടെ വണ്ടികൾ കൊണ്ട് നിർത്തുകയും അവിടെ നാളെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാം. ബസ്സിന് സ്റ്റോപ്പ് ഉണ്ട്, അതിന് തെറ്റില്ല. ഇനി റോഡിന്റെ സൈഡിൽ വരുന്ന 2 യെല്ലോ ലൈൻ, റോഡിന്റെ സൈഡ്, ഇതൊരു റോഡാണെങ്കിൽ റോഡിന്റെ സൈഡ് അവിടെ നോ പാർക്കിംഗ് ആണ്. അതേപോലെ സ്റ്റോപ്പ്, വണ്ടി നിർത്താനും പറ്റൂല. പക്ഷെ ഒരു കാര്യം പറ്റും, നീല ബാഡ്ജ് ഉടമകൾക്ക്, ബ്ലൂ ബാഡ്ജ് ഉടമകൾക്ക് അവിടെ നിർത്താൻ പറ്റും. പ്രാദേശിക നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിർത്താൻ പറ്റും. എന്താണ് നീല ബാഡ്ജ്? അപ്പൊ നീല ബാഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗപരിമിതി ഉള്ളവർക്ക് കൊടുക്കുന്ന ബാഡ്ജ് ആണിത്. അതെന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിന് വേണ്ടിയിട്ട്, അവർക്ക് ചലനശേഷി കുറവുള്ളവർക്കോ ഇല്ലാത്തവർക്കോ വാഹനം ഓടിക്കുമ്പോൾ ചിലയിടത്തൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേക പെർമിറ്റ് കൊടുക്കും. അതാണ് നീല ബാഡ്ജ്. ഇത് ഈ ഒരു ഡബിൾ ലൈൻ യെല്ലോ ലൈനുള്ള സൈഡുകളിൽ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റൂല, വണ്ടി നിർത്താനും പാടില്ല, സ്റ്റോപ്പിംഗ് ഒന്നുമില്ല, ആളെ കയറ്റാനൊന്നും നിർത്താൻ പറ്റൂല. പക്ഷെ ഇവർക്ക് ചെറിയൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, നീല ബാഡ്ജുകാർക്ക്. നീല ബാഡ്ജ് മനസ്സിലായല്ലോ. വേണമെങ്കിൽ ചോദ്യം വരാം. ഇതൊക്കെ ഈ ഡ്രൈവർ ഇപ്പൊ കൂടിയ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഫോഴ്സ് ഡ്രൈവറിന് ചോദിക്കുന്നുണ്ട്, മറ്റേതിനും ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഈ ബുക്കും മറ്റേ ബുക്കും രണ്ടും വെച്ച് പഠിക്കണമെന്നാണ് ഞാൻ പറയണം. ഏതും ചോദിക്കാം. മറ്റേ ആണെങ്കിൽ സിലബസ് ഇല്ല, 50 മാർക്ക് ഡ്രൈവർ. കൂടുതൽ ക്വസ്റ്റ്യൻ ഡ്രൈവറിന് വരുന്ന അതിലാണ്. ഇതിൽ 30 മാർക്കേ വരുള്ളൂ. ശരി, വൈ അല്ല യെല്ലോ. യെല്ലോ 6 ലാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ സീബ്ര ക്രോസിംഗിന്റെ സമീപം മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നവർക്ക് അടുത്ത് കാൽനടപ്പാത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ സീബ്ര ക്രോസിംഗ് മാത്രം കൊടുക്കാതെ ഇതും കൂടെ കൊടുക്കും കേട്ടോ. ഇനി അടുത്ത ഇടപെട്ടുള്ള മുറിഞ്ഞ വെള്ളവര. അവിടെ എന്ന് വെച്ചാൽ ഇതിലേ കൂടെ പോകുന്ന ഒരു വാഹനത്തിന് ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കയറി പോകാൻ പറ്റും. ഇപ്പുറത്തെ റോഡിലോട്ട് കട്ട് ചെയ്ത് തിരിച്ചു കയറി പോകുന്ന വഴി കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അതാണ് കട്ട് ചെയ്യാൻ പറ്റുന്ന വരകളാണ് നീളത്തിലുള്ള വെള്ളവര. നീളത്തിലല്ല, മുറിഞ്ഞ വെള്ളവര. ഇനി നീളത്തിലുള്ള മുറിഞ്ഞ വെള്ളവര അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കട്ട് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അവിടെ ട്രാഫിക് കുറച്ച് കൂടുതലായിരിക്കും എന്നൊരു കാര്യം ആലോചിച്ചോളുക. ഇനി ഒറ്റ മുറിയാത്ത നീളത്തിലുള്ള ഒറ്റ വെള്ളവര, അത് കട്ട് ചെയ്യാൻ പാടില്ല. ചില ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, കട്ട് ചെയ്യാൻ പാടില്ല. ഇനി 2 വെള്ളവര, നീളത്തിലുള്ള മുറിയാത്ത 2 വെള്ളവര. ഇവിടെ വെച്ചാൽ കട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അവിടെ ട്രാഫിക് കൂടുതലാണ്, വളരെ ശ്രദ്ധാപൂർവ്വം ഓടിക്കേണ്ട ഏരിയയാണ്. ഇനി കട്ട് ചെയ്ത വെള്ളവരയും നീളത്തിലുള്ള കട്ട് ചെയ്യാത്ത വെള്ളവരയും ഇങ്ങനെയുള്ള ഡബിൾ ലൈൻ വരെയാണെങ്കിൽ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഇപ്പൊ റോഡിൽ ഇവിടെ പോകുന്ന ഒരു വാഹനം ഇതിലേക്കൂടെ കട്ട് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഇതിലേക്കൂടെ വരുന്ന ആൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. അതാണ് അതിലെ വ്യത്യാസം. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഒരു കട്ടുള്ള അതായത് കട്ടുള്ള വെള്ളവരയും പിന്നെ അവിടെ ഒരു ആരോ, ഇതങ്ങനെ ചോദിക്കാൻ വഴിയില്ല, ഒരു ആരോ മാർക്കും കൂടെ ഉണ്ടെങ്കിൽ എന്താണ് മറ്റു വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മാത്രമല്ല ഇതിലേക്ക് ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ ദിശ പെട്ടെന്ന് ഒരു ഓവർടേക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്, ഇങ്ങോട്ട് മാറാം എന്നൊരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു സിമ്പൽ വരികയാണെങ്കിൽ അതിന് മനസ്സിലാക്കേണ്ടത് ഇവിടെ നടുക്ക് റോഡ് ഡിവൈഡർ സ്ട്രിപ്പ് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ റോഡ് ഡിവൈഡർ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അവിടെ കെട്ടി അതിന് മരം വളർത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്കിംഗ് ആയിട്ടും തരും കേട്ടോ. റോഡ് ഡിവൈഡർ സ്ട്രിപ്പ് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചത് എവിടെയാണ്? 2B കാരിയേജ് വേയിലാണ് പഠിച്ചത്. റോഡ് മാർക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോ വൈറ്റ് ലൈനും യെല്ലോ ലൈനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. കൂടുതൽ കാര്യങ്ങളിലും ചില എക്സെപ്ഷൻസ് ഒക്കെ വരും, പക്ഷേ എപ്പോഴും സെയിം ഡയറക്ഷനിൽ പോകുമ്പോഴാണ് വൈറ്റ് ലൈൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോഴാണ് യെല്ലോ ലൈൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. യെല്ലോ ലൈൻ മുറിഞ്ഞ നടുവിലൂടെയുള്ള മുറിഞ്ഞ ലൈനുകളാണെങ്കിൽ ഇതെന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇതിപ്പോ ഇന്ത്യയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒറ്റ മഞ്ഞ വരയാണെങ്കിൽ, മുറിയാത്ത മഞ്ഞ വരയാണെങ്കിൽ എന്താണ്, നമുക്ക് വലതോട്ട് തിരിഞ്ഞു പോകാൻ ഒരു റോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രം തിരിക്കുന്ന സിറ്റുവേഷനിൽ കട്ട് ചെയ്യാം. അല്ലാതെ എപ്പോഴും എന്താണ് കീപ്പ് ലെഫ്റ്റ് എന്നാണ് ഈ വരയുടെ എപ്പോഴും വര ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് ഇത് ലെഫ്റ്റ് ഇത്, അപ്പൊ ലെഫ്റ്റിലേ പോവാവും. കീപ്പ് ലെഫ്റ്റ്. വര കട്ട് ചെയ്യാൻ പാടില്ല, ഭയങ്കര കുറ്റമാണ്.
കട്ട് ചെയ്യാൻ പാടില്ല. ഇനി ഡബിൾ ലൈൻ വരും, യെല്ലോ തന്നെ ഡബിൾ ലൈൻ വരും, അതും ഇതുപോലെ തന്നെ കീപ്പ് ലെഫ്റ്റ്. കേട്ടോ, കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരൊറ്റ നീളത്തിലുള്ള വെള്ളവരയും അതിന്റെ അടുത്ത കൂടെ ഉള്ള ഡബിൾ മാർക്കിങ്ങിന്റെ സ്ഥാനത്ത് ഇടവിട്ട മുറിഞ്ഞ വെള്ളവരയല്ല യെല്ലോ ലൈനുമാണ് വരണമെങ്കിൽ വെള്ളവരയുടെ കാര്യം നമ്മൾ പഠിപ്പിച്ച്. എന്താണ് ഈ സെയിം കാര്യം തന്നെ ഈ നീളത്തിലുള്ള ഈ ഒരു ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ പാടില്ല. ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ വേണമെങ്കിൽ കട്ട് ചെയ്ത് പോവാം. ഇത് ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെ യൂസ് കുറവാണ്. ഇനി ഒരു വളവിലാണെങ്കിൽ ഒരു ഒറ്റ ലൈനും അല്ലെങ്കിൽ ഒരു ഇരട്ട ലൈനും ഉപയോഗിക്കാം, അത് യെല്ലോ ആയിരിക്കും. ഇനി റോഡ് മാർക്കിങ്ങിൽ മുറിഞ്ഞ വരണത് ശ്രദ്ധിക്കുക, ഈ ലെങ്ത് എപ്പോഴും 3 മീറ്റർ ആയിരിക്കും, ഈ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും 4.5 മീറ്റർ ആയിരിക്കും. സ്റ്റാൻഡേർഡുകൾ പ്രകാരമുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു PDF നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് നമ്പർ 8891 698 723 ഡ്രൈവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, ഫ്രീ ഗ്രൂപ്പാണ്. പിന്നെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള APO, കമ്പനി ബോർഡ്, LGS അസിസ്റ്റന്റും, VFA അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ബെപ്കോ തുടങ്ങിയ സാധ്യതാ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ടെലിഗ്രാം ക്ലാസ് ആണ്. അതിനെക്കുറിച്ച് അറിയാനും ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. മന്ത്ലി ക്ലാസ് ആണ് അത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മന്ത്ലി ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അടുത്ത മാസം ആ മാസം തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. സാമ്പത്തികമായ പ്രശ്നമുള്ളവർക്കും ജോലിക്ക് പോകുന്നവർക്കും വേണ്ടി ആരംഭിച്ച സ്പെഷ്യൽ ബാച്ച് ആണ്. ഡെയിലി ടോപ്പിക് എക്സാം കാണും, വീക്കിലി കാണും, മന്ത്ലി കാണും. മാസത്തിൽ ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ എല്ലാം ലൈവ് ആയിരിക്കും. അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും ലഭിക്കും. ഇതുപോലുള്ള യൂട്യൂബ് ക്ലാസ്സുകളും അതിൽ പ്രൊവൈഡ് ചെയ്യും. നോട്ടുകൾ ലഭിക്കും. ഓക്കെ, താങ്ക് യു. അത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ശക്തിയായിട്ട് പഠനം തുടരുക, നിങ്ങൾക്ക് വിജയിക്കാനാവും. ഏത് പരീക്ഷ വേണം ക്ലാസ് ചെയ്യാം.